ഹലോ, എല്ലാവർക്കും എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെനി ഓഫ് യു നോ മീ ദാറ്റ് അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ വിഷയത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഷുഡ് ടീച്ചേഴ്സ് പൊസസ് ഇൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ്? ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നമ്മളിപ്പോൾ എലിമെൻ്ററി സ്കൂളിലായാലും പ്രൈമറി സ്കൂളിലായാലും അപ്പർ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും, ഹയർ സെക്കൻഡറി അല്ല, സെക്കൻഡറി വരെ, ഇവിടെ ഒന്നും മാർക്കല്ല നൽകുന്നത്, ഗ്രേഡാണ്. ഇപ്പം സെക്കൻഡറി തലത്തിൽ ഹൈസ്കൂൾ ലെവലിൽ 10th നമ്മൾ നേരിട്ട് മാർക്ക് കൊടുത്തിട്ട് അതിനെ പിന്നെ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ് അതിന് പറയുക. ഗ്രേഡിങ് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് ഗ്രേഡിങ്ങും ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങും. സോറി. പക്ഷെ പ്രൈമറി തലത്തിലൊക്കെ നമ്മൾ നേരിട്ട് നമ്മൾ ഗ്രേഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മാർക്ക് കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ്. നേരിട്ട് ABCDE, ഇപ്പോൾ പ്രൈമറി തലത്തിൽ 5 point ഗ്രേഡിംഗ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്, ഗ്രേഡ് കൊടുക്കുകയാണ്, മാർക്ക് കൊടുത്തിട്ട് ഗ്രേഡായി കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈസ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ 10th ക്ലാസ്സിൽ നമ്മൾ മാർക്കാണ് ആദ്യം നൽകുന്നത്. ഉത്തരക്കടലാസ് നമ്മൾ നോക്കുമ്പോൾ ടീച്ചർ നൽകുന്നത് മാർക്കാണ്. പിന്നെ അതിനെ തത്തുല്യമായ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇനി 10th ക്ലാസ്സിലെ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റിൽ ഓക്കെ 2 ഷീറ്റുള്ള, ഒറ്റ ഷീറ്റിൽ 2 ഭാഗമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഗ്രേഡ് മാത്രമേ കാണാൻ പറ്റൂ, മാർക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എഴുതിയ ഉത്തര കടലാസിൽ മാർക്ക് ഉണ്ടാവും, അത് പരീക്ഷാ ഭവനിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. ബട്ട് നിങ്ങളുടെ കടലാസിൽ ഗ്രേഡ് മാത്രമേ രേഖപ്പെടുത്തൂ. ഇനി ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നൽകും, ഗ്രേഡ് നൽകും, മാർക്കും ഗ്രേഡും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഗ്രേഡ് ചെയ്യുമ്പോഴും വിലയിരുത്തുമ്പോഴും ടീച്ചർ പാലിക്കേണ്ട എത്തിക്കൽ പ്രോസസ് എന്താണ്? നൈതികപരമായ, സദാചാരപരമായ പ്രശ്നം. അതായത് തെറ്റായതൊന്നും പാടില്ല, ശരിയായ രീതിയിൽ തന്നെ ഗ്രേഡ് നൽകണം. ഇപ്പോൾ തൻ്റെ ഒരു വിദ്യാർത്ഥി തനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി മാറാറുണ്ട് പലപ്പോഴും നമ്മുടെ അധ്യാപകർ. അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും അന്യായങ്ങളോ നീതികേടുകളോ ഒക്കെ നടക്കുന്ന സമയത്ത് ഓക്കെ, ഇവനെനിക്കറിയുന്ന കുട്ടിയാണ്, ഇവനെൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്, ഇവന് കുറച്ച് കൂടുതൽ മാർക്കും ഗ്രേഡ് കൊടുക്കാം, ഇങ്ങനെയൊക്കെ തോന്നുന്ന അധ്യാപകരുണ്ടാവും. പലപ്പോഴും വളരെ തുച്ഛമായ അധ്യാപകർ മാത്രമേ അങ്ങനെയുള്ളൂ. എന്നാൽ അങ്ങനെ ഉണ്ട് താനും, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ അതൊക്കെ എത്തിക്കൽ പ്രാക്ടീസസിന് എതിരാണ്. അപ്പോൾ വാട്ട് ഈസ് ദി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടീച്ചർ? നോക്കൂ, മേക്ക് സബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഇൻ ഫേവർ ഓഫ് സം സ്റ്റുഡൻസ്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്, അവന് കൂടുതൽ മാർക്ക് കൊടുക്കാം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് അസസ്മെൻ്റാണ്. അപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത് എത്തിക്കൽ പ്രാക്ടീസിന് അഗെയിൻസ്റ്റ് ആണ്. 2, മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻ്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. അടുത്ത ചോദ്യം, ഇത് ശരിയായ ഉത്തരമാണ്. ഇനി ഇതിനേക്കാൾ ശരിയായ ഉത്തരം ഇതിലുണ്ടോ എന്നറിയാൻ ബാക്കിയുള്ള 2 ക്വസ്റ്റ്യനും കൂടെ വായിക്കണം. സോ വാട്ട് ഐ എം ടെല്ലിങ് യു ദാറ്റ് ജസ്റ്റ് യു റീഡ് ദ ആൻസർ ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഈസ് ദ ആൻസർ, don't just put the answer then and there. Read out the next answers also. Then only you can compare the answers and
come to a conclusion that which is the most appropriate answer out of these. അതുകൊണ്ട് അടുത്ത ചോദ്യം കൂടി വായിക്കണം, അടുത്ത ഉത്തരം കൂടി വായിക്കണം. ഇഗ്നോർ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് പാടില്ല. പ്രയോറിറ്റൈസ് സ്റ്റുഡൻസ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് റേദർ ദാൻ പേഴ്സണൽ വെൽബീയിങ്. ഇത് ശരിയാണ്, പക്ഷെ ഇതിനേക്കാൾ ശരി ഇതാണ്. എന്താണ്? വാട്ട് ഈസ് ദി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി? മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. കുട്ടികളുടെ പഠിതാക്കളുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയിലും പാഠ്യത്തിലും പാഠ്യേതരവുമായ എല്ലാ പഠന പ്രവർത്തനങ്ങളെയുമാണ് ഇവിടെ വർക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കരിക്കുലർ ആസ് വെൽ ആസ് കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഫീൽഡ് വർക്ക്, പിന്നെ എക്സ്പെരിമെൻറ്റ്സ്, ലാബ്, പ്രോജക്ട്സ്, എവറിത്തിങ് ഈസ് കോൾഡ് വർക്ക്. ഈ വർക്കിൻ്റെ ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. Going to the next question. Select the components of creativity suggested by Guilford. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മളിതിന് തൊട്ട് മുമ്പ് നയിക്കേണ്ടത് കുറെ കൂടി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എഡ്യൂക്കേഷണൽ ഫിലോസഫിയായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് സൈക്കോളജിയുടെ തിയററ്റിക്കൽ സൈഡുമായി ബന്ധപ്പെട്ടതാണ്, സൈദ്ധാന്തിക വശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗിൽഫോർഡ് നമുക്കറിയാം, JP ഗിൽഫോർഡ്. ഗിൽഫോർഡിൻ്റെ ഒരു ബുദ്ധി സിദ്ധാന്തമുണ്ട്, നിങ്ങൾക്കറിയാം. അതിനെ നമ്മൾ പറയുന്നത് ഗിൽഫോർഡ്സ് 3 ഡയമെൻഷണൽ തിയറി, ത്രിമുഖ ബുദ്ധി സിദ്ധാന്തം. അദ്ദേഹം പറയുന്നത് ബുദ്ധിക്ക് 3 മുഖങ്ങളുണ്ട്. 3 ഡയമെൻഷണൽ തിയറി. അതായത് ആദ്യം അതിൻ്റെ കണ്ടന്റ്, പിന്നെ അതിൻ്റെ പ്രോസസ്സ്, പിന്നെ അതിൻ്റെ പ്രോഡക്റ്റ്, ഉൽപ്പന്നം. അപ്പോൾ ഉള്ളടക്കം, പ്രക്രിയ, ഉത്പന്നം, ഇങ്ങനെ 3 തലങ്ങളിലാണ് അദ്ദേഹം ബുദ്ധിയുടെ മുഖങ്ങളെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിച്ചേക്കാം, ഗിൽഫോർഡ് നിർദ്ദേശിച്ച ത്രിമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ പെടുന്നതേത്, പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കൊടുക്കും. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ഉത്തരം എഴുതാം. അതുകൊണ്ട് ആശയപരമായിട്ടുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സോ make yourself ready to identify or grasp the idea and conceptualize the idea first. Just don't read out the answers or by heart ചെയ്യാൻ പാടില്ല. ബൈ ഹാർട്ട് ചെയ്യുന്നതൊക്കെ പഠനത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്കൊക്കെ എതിരാണ്. ബൈഹാർട്ട് ചെയ്യുന്നത് വെറും ഹ്രസ്വകാല ഓർമ്മയിൽ മാത്രമേ തങ്ങി നിൽക്കൂ. അതിന് ദീർഘകാല ഓർമ്മയിലേക്ക് പോകാനുള്ള യാതൊരു കപ്പാസിറ്റിയും അതിനില്ല. അതുകൊണ്ടത് ചെയ്യരുത്. ഓക്കെ. അപ്പോൾ ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ 3 വശങ്ങളാണ്. ഒന്ന് കണ്ടന്റ്, പ്രോസസ്സ്, പ്രോഡക്റ്റ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഓക്കെ, ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേ അല്ല വേണ്ട, ഇപ്രാവശ്യത്തെ ജനുവരി 25 ക്രിസ്മസ് ബുധനാഴ്ചയാണ്. സോറി, ഡിസംബർ 25 ക്രിസ്മസ് ബുധനാഴ്ചയാണ്. 2024 ക്രിസ്മസ് ബുധനാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2025 ക്രിസ്തുമസ് ഏത് ദിവസമായിരിക്കും? ഇങ്ങനൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കാം. ഇനി ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾ ഇതെങ്ങനെയാണ് ഇതിനെ ടേക്ക് ഔട്ട് ചെയ്യുന്നത്? How to take away the answer from that question, and to arrive at the answer, what are the cognitive process that you are going to use
ടു ഡിറൈവ് ദ ആൻസർ. ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ പോകേണ്ടത് 3 വഴിയിൽ കൂടിയാണ്. ഒന്ന്, ആദ്യം അതിൻ്റെ കണ്ടന്റ് അഥവാ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളടക്കം മനസ്സിലായി. എന്താണ് ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് ബുധനാഴ്ചയാണ് 2024. അങ്ങനെയാണെങ്കിൽ 2025 ക്രിസ്മസ് എപ്പോഴാണ് മനസ്സിലായല്ലോ. ഏത് ദിവസമാണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ദിവസം മുതൽ അടുത്ത ഡിസംബർ 25 ദിവസം വരെ 365 ദിവസമുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർക്കുക. ഇനി 366 ഉണ്ടോ എന്ന് നോക്കാൻ 5 വർഷമാണ് കൂട്ടി നോക്കണം. അപ്പോൾ നമുക്കറിയാം ഇത്ര ദിവസം ഉണ്ട്. ഇതിനെ ഇനി എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് പ്രോഡക്റ്റിലേക്ക് എത്തേണ്ടത്? അപ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്യണം. അതായത് ഇതിൻ്റെ പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കണം. സോ യു കം ടു നോ ദാറ്റ് 365 ദിവസം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ 7 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ആകുമ്പോൾ 7 35, പിന്നെ 1 15, ഇത് 7 14, ബാക്കി ഒരു ദിവസം അധികമുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ ബുധനാഴ്ചയാണെങ്കിൽ ഒന്നിവിടെ സർപ്ലസ് കിട്ടുന്നതുകൊണ്ട് 2025 ക്രിസ്മസ് വ്യാഴാഴ്ചയായിരിക്കും. ഇത് നിങ്ങളുടെ ഒരു പ്രോസസ്സാണ്, ബൗദ്ധിക പ്രോസസ്സാണ്. അങ്ങനെയാണ് വ്യാഴാഴ്ച എന്ന ഉൽപ്പന്നത്തിലേക്ക്, അതായത് പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ വരുന്നത്. ഇതാണ് ഞാനൊരു സിമ്പിൾ ഉദാഹരണം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണമല്ലോ. കാര്യം മനസ്സിലാവാതെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അതൊന്ന് അടുത്ത ഹലോ, വെൽക്കം ടു എയിം സ്റ്റഡി സെൻറ്റർ. എല്ലാവർക്കും അറിയാം, എയിം സ്റ്റഡി സെൻറ്റർ കേരളത്തിലെ തന്നെ മികച്ച ഒരു ഓൺലൈൻ പരിശീലന കേന്ദ്രമാണ് എന്നറിയാം. കഴിഞ്ഞ ഒരുപാട് പരീക്ഷകളിലായിട്ട് കേരളത്തിൽ വളരെയധികം വിജയം സമ്മാനിച്ച ഒരു ചാനലാണ് എയിം സ്റ്റഡി സെൻറ്റർ. ആ സ്റ്റഡി സെൻറ്ററിന് വേണ്ടിയിട്ട് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എയിം സ്റ്റഡി സെൻറ്റർ പാലക്കാട് നിങ്ങൾക്ക് വേണ്ടി അടുത്ത് വരാൻ വേണ്ടി പോകുന്ന HST പരീക്ഷയ്ക്ക്, HST എന്നും പറയാം, HSA എന്നും പറയാം, ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ 6ാമത്തെ ബാച്ചാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് വിജയത്തിലേക്ക് മുന്നേറണമെങ്കിൽ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. വിജയം നമുക്ക് ഭാഗ്യവശാൽ വന്നു കിട്ടുന്ന ഒന്നല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. വിജയത്തിനായിട്ടുള്ള പരിശ്രമം അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം കൂട്ടമായി ചേർന്ന് നമുക്ക് വിജയത്തിലേക്ക് മുന്നേറാം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എയിം സ്റ്റഡി സെൻറ്ററിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് ഇത്രയും വിഷയങ്ങളിലുള്ള HST സമഗ്ര പരിശീലനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. 5 ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 6ാമത്തെ ബാച്ച് ഈ ഫെബ്രുവരി 3-ാം തീയതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ചിത്രത്തിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ശക്തി സ്രോതസ്സിൽ ഒരാളായ പ്രസീന മാഡമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ചീഫ് മെൻറ്റർ കൂടിയാണ് ഇവർ. നോക്കുക, ചാനലിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, 9446537080. അപ്പോൾ ഞങ്ങൾ ധാരാളം ഫ്രീ ക്ലാസ്സുകൾ ഹൈസ്കൂൾ അധ്യാപക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സുകൾ ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കമൻറ്റിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക.
ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കുക, HSA കോഴ്സിൻ്റെ പ്രത്യേകതകൾ: ഒന്നാമത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചുമുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ വളരെ സ്ട്രക്ചേർഡായിട്ട് യൂണിറ്റ് വൈസായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അതായത് വെൽ സ്ട്രക്ചേർഡ് യൂണിറ്റ് വൈസ് ക്ലാസ്സുകൾ എയിം സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് വേണ്ടി അവതരിക്കുന്നു. അത് വളരെ പ്രഗത്ഭരായ അധ്യാപകരും. നിങ്ങൾക്കറിയാം, ഇതിൽ ഏത് വിഷയത്തിലും ഒരു നിശ്ചിത ശതമാനം മാർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ്. അതിൽ നേരിട്ട് സൈക്കോളജി വരുന്നില്ലെങ്കിലും അഡോളസൻറ്റ് സൈക്കോളജി, ലേണിംഗ് തിയറി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 മർമ്മപ്രധാനമായ വിഷയത്തെക്കുറിച്ചുള്ള 5-6 ചോദ്യങ്ങളും പിന്നെ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, അതായത് നോക്കുക, നാച്ചുറൽ സയൻസാണ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഇവയുമായി ബന്ധപ്പെട്ട ടീച്ചിങ് തിയറീസ്, ബോധന തന്ത്രങ്ങൾ, ഇതൊക്കെ കൂടി ഒരു 10 ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരും. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാനുള്ളത്, ആ ഭാഗം പരീക്ഷ വരെ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. എൻ്റെ പേര് ഡോക്ടർ വി ബാലകൃഷ്ണൻ. നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ പേര് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക, 9446537080. വീണ്ടും ഞാൻ നമ്മുടെ പ്രത്യേകതകളിലേക്ക് പോവുകയാണ്. ഒന്ന്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കൂടി ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും PDF നോട്ടുകളും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. നമ്മുടെ ആപ്പിൻ്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. ഈ ശ്രീ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് തരുന്ന വീഡിയോ ക്ലാസ്സുകളുടെ കണ്ടൻറ് മെറ്റീരിയൽ അതേപടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാവുന്നതാണ്. അപ്പോൾ PDF നോട്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. ഈ ലൈവ് ക്ലാസ്സുകളുടെ നോട്ടും ഞങ്ങൾ PDF ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കേണ്ട വിഷയം N മാസമായിട്ട് ടോട്ടലായിട്ട് തലയും വാലും ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ വിഷയത്തെയും ക്രമീകരിച്ച് അതിൻ്റെ ചിട്ടപ്പടിയിൽ അതിൻ്റെ യൂണിറ്റ് വൈസ് സ്ട്രക്ചർ ചെയ്തിട്ട് പഠിച്ചാൽ മാത്രമേ അത് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ വേണ്ടി നമുക്ക് സഹായകരമാവും. അപ്പോൾ ആ ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഓരോ ദിവസവും ഇന്ന ക്ലാസ് ഉണ്ടാകും എന്നുള്ള കാര്യം മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതായത് ഡെയിലി ടൈം ടേബിൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഓരോ ആഴ്ചയും പഠിപ്പിച്ച് 7 ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ, PDF ആയിട്ട് നിങ്ങൾക്ക് തന്ന നോട്ടുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു വീക്കിലി റിവിഷൻ ഓരോ ആഴ്ചയും ഉണ്ടാവും. അതുപോലെ തന്നെ വീക്കിലി റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അസസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ മോഡൽ എക്സാംസും കൂടി നടത്തും. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യേകത. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് പ്രധാനമായും കേരള ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ കണ്ടൻറ്റ് കൂടി അതിൻ്റെ കൂടെ ചേർക്കും. പലപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മുടെ പരീക്ഷയുടെ കാഠിന്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന SCERT സിലബസോ അല്ലെങ്കിൽ NCERT മുന്നോട്ട് വെക്കുന്ന
സെക്കൻഡറി ഹയർ സെക്കൻഡറി സിലബസോ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കുറേ കൂടി ഉയർന്ന നിലവാരത്തിലുള്ള ഡിഗ്രി നോട്ടുകൾ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ PDF മെറ്റീരിയൽ കൂടി ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇതിൽ പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മുമ്പ് പല പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യ പടി. ഏതൊരു പുതിയ പരീക്ഷ എഴുതുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ പഴയ പരീക്ഷ എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാ ആഴ്ചയും ഞങ്ങൾ മുന്നോട്ട് വെക്കും, നിങ്ങൾക്കുണ്ടാവും. പിന്നെ ആഴ്ച തോറുമുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷ അടുക്കുന്തോറുമുള്ള സമയത്ത് കൂടുതൽ കറണ്ട് അഫയേഴ്സ് നോട്ടുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയൊക്കെ ചെയ്താലും പല സംശയങ്ങളും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഈ സംശയ നിവാരണം അതാത് സമയത്ത് തന്നെ നമ്മൾ നിവാരണം ചെയ്തെടുത്തില്ലെങ്കിൽ ആ സംശയങ്ങൾ മാറാത്ത സംശയങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയും അത് തുടർ പഠനത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സംശയ നിവാരണത്തിനായിട്ട് നമുക്കിവിടെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റേഴ്സ് ധാരാളമുണ്ട്. ആ മെൻറ്റേഴ്സുമായി സംസാരിച്ച് നിങ്ങൾക്ക് നേരിട്ട് അവരുമായി സംസാരിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് മുഖാന്തരം സംസാരിച്ചോ നിങ്ങളുടെ സംശയ നിവാരണം നടത്താവുന്നതാണ്. അതിനുശേഷമുള്ള ഫോളോ അപ്പ് കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്ക്ലൂസീവായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നത് വരെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ആ നമ്പർ 9446537080 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഫ്രീ ക്ലാസ്സുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് കാണണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത HSA നിങ്ങളായിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി. അപ്പോൾ ഗിൽഫോർഡിൻ്റെ പ്രമുഖ സിദ്ധാന്തത്തിലെ 3 വശങ്ങൾ ഏതാണ്, 3 മുഖങ്ങൾ ഏതാണ്? പിന്നെ അപ്പോൾ നമ്മൾ കണ്ടന്റ് പ്രോസസ്സ് പ്രോഡക്റ്റ്, കണ്ടന്റ് പ്രോസസ്സ് പ്രോഡക്റ്റ്, കണ്ടന്റ് പ്രോസസ്സ് പ്രോഡക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് എന്താ കാര്യമുള്ളത്? സോ ഒരിക്കലും അങ്ങനെ പഠിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പം എത്ര സിമ്പിളായി ഒരു കാര്യം ചോദിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുക, പിന്നെയോ അതിൻ്റെ ഉൽപ്പന്നത്തിലേക്ക് വരാനുള്ള പ്രോസസ്സിൽ കൂടി കടന്നു പോവുക. പ്രോസസ്സ് ശരിയാവണ്ണം ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നത്തിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. ഇനി ചോദ്യം അതല്ല. അപ്പം ഇതാണ്. ഇനി ഇതിന് ഓരോന്നിനും ഇദ്ദേഹം 5ഉം 6ഉം സബ് ഡിവിഷൻസ് ഉണ്ട്. ഉള്ളടക്കത്തിൽ 5ആണെന്ന് തോന്നുന്നു, പ്രക്രിയയിൽ 6ഉം ഉൽപ്പന്നത്തിൽ 5ഉം, അങ്ങനെ 6 5 30, 30 കൂടെ 5 150 തരം ബൗദ്ധിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരാൾ ഈ കാര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എന്നാണ് പിന്നെ ആര് പറയുന്നത്? ഗിൽഫോർഡ് പറയുന്നത്. പക്ഷെ ഈ എല്ലാ 150 നമുക്ക് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് ആവശ്യമില്ല. ചിലപ്പോൾ ചെറിയ പ്രോബ്ലമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി. എല്ലാ ഭൗതിക ശേഷികളും പ്രയോഗിക്കണമെന്നില്ല. അതിനു മുമ്പ് തന്നെ പ്രോബ്ലം സോൾവിങ് പറ്റും. ബട്ട് വളരെ ക്രിട്ടിക്കൽ പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ കൂടി ഉള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ അതിൻ്റെ പ്രോസസ്സിനെ അതിനും കൂടുതൽ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടേണ്ടി വരും എന്നർത്ഥം. കേട്ടിട്ട് 1 പാസ്സാവുന്ന അത്രയും ഭൗതിക പ്രവർത്തനം പോരാ കേട്ടിട്ട് 3 പാസ്സാവാൻ. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ 150 ഭൗതിക പ്രവർത്തനങ്ങളുണ്ട്. അത് അവിടെ കേട്ടെ. ഇനി ഇപ്പൊ പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് ഗിൽഫോർഡ് സജസ്റ്റ് ചെയ്തതിൽ പെടുന്നത് ഏതൊക്കെ? അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതല്ല നിങ്ങൾക്കറിയാം. കാരണം എന്താ? ഇത് ബ്ലൂം നിർദ്ദേശിച്ച കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ വിവിധ പ്രവർത്തനങ്ങളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബെഞ്ചമിൻ ബ്ലൂം കോഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ വൈജ്ഞാനിക ഡൊമൈനിൻ്റെ 6 ശേഷി തലങ്ങളെ അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇത് ബ്ലൂം പറഞ്ഞ കാര്യമാണ്. ബെഞ്ചമിൻ ബ്ലൂം തൻ്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യമാണ്. സോ ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് JP ഗിൽഫോർഡ്. Preparation, incubation and illumination. This is also required for creativity, but this is not put up by Guilford. അതായത് ഒരു തയ്യാറെടുപ്പും പിന്നെ അടയിരിപ്പും പ്രകാശ പ്രസരണവും ഒക്കെ വേണം പ്രതിഭക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാര് പറഞ്ഞതല്ല? ഗിൽഫോർഡ് പറഞ്ഞതല്ല. പിന്നെ ഗിൽഫോർഡ് പറഞ്ഞത് ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി ഇതൊക്കെയാണ്. ഇദ്ദേഹം പറഞ്ഞതും പിന്നെ അതേപോലെ ബുദ്ധിയെക്കുറിച്ച് അതെ സർഗാത്മകതയെക്കുറിച്ച് പറഞ്ഞ മറ്റൊരാളുണ്ടല്ലോ, ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇൻ ബിറ്റ്വീൻ ഓർമ്മ കിട്ടും, അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സോ ഫ്ലുവൻസി എന്ന് വെച്ചാൽ, ഇതാണ് ആൻസർ. ഫ്ലുവൻസി എന്ന് വെച്ചാൽ വാചാലത. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ വഴക്കം. ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ മൗലികത്വം അല്ലെങ്കിൽ മൗലികത. ടോറൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഇതേ കാര്യം ടോറൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ടോറൻസ് ഇത് മാത്രമല്ല, ഇന്നുകൂടെ വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗിൽഫോർഡിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫ്ലുവൻസി, വാചാലത എന്ന് പറയുന്നത് ഒരു തടവുമില്ലാതെ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള കഴിവ്. ഒരു കവിയോ മറ്റൊരാളോ വാക്കുകൾ കിട്ടാതെ തടയുന്ന അവസ്ഥ ഉണ്ടാവരുത്. വളരെ വിശദമായിട്ട് എഴുതാനുള്ള കഴിവ്, വാചാലത, പ്രസംഗിക്കാനുള്ള കഴിവ്, പിന്നെ അക്ഷരത്തിൻ്റെ യാതൊരു തടവും ഇല്ലാതെ പ്രയോഗിക്കാനുള്ള കഴിവ്, ഇതിലൊക്കെയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്, വാചാലത. ഓക്കെ, ശരി. അടുത്തത് ഫ്ലെക്സിബിലിറ്റി, വഴക്കം എന്ന് വെച്ചാലോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് വഴങ്ങുന്നതായിരിക്കണം. ഞാൻ പറയാനിപ്പോൾ MTക്ക് കവിത വഴങ്ങില്ല, MT വാസുദേവൻ നായർക്ക് കവിത വഴങ്ങില്ല, പക്ഷെ നോവൽ വഴങ്ങും. ഇത് നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് MT കവിത എഴുതി നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. ഓക്കെ. പക്ഷേ അദ്ദേഹത്തിന് വഴങ്ങുന്നത് ഏതാണ്? ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ക്രിയേറ്റീവ് തിങ്കറാണെങ്കിലോ, തൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തൻ്റെ പഠന പ്രവർത്തനങ്ങളെ, അധ്യാപനത്തെ, ബോധനത്തെ അപ്രോപ്രിയേഷൻ നടത്താനുള്ള വഴക്കം അധ്യാപകൻ ഉണ്ടാവണം. എനിക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നിങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ള വഴക്കം ഉണ്ടാവണം. ഇതിനൊക്കെയാണ് പ്രതിഭ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സർഗാത്മകത എന്ന് പറയുമ്പം നിങ്ങൾ വെറും കവിത എഴുതുക, നോവൽ എഴുതുക എന്നുള്ളതിലേക്ക് ചുരുക്കരുത് കേട്ടോ. ഏതൊരു പ്രവർത്തനവും എന്ത് ചെയ്യാണ്? വിജയകരമായി പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഒരു പൈലറ്റ് ഒരു വെറ്റ് റൺവേയിൽ വിമാനം സേഫായി ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. അത് ക്രിയേറ്റിവിറ്റി അല്ലാതെ പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ചോദിക്കും അതിലെന്താ ക്രിയേറ്റിവിറ്റി ഇല്ല, അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ അത്? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഇതൊന്നും നിങ്ങളെപ്പോലുള്ള അധ്യാപകരാവാൻ വേണ്ടവർ ചോദിക്കരുത്. ബട്ട് ഐ എം ടെല്ലിങ് ദാറ്റ് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ലാൻഡ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതിൻ്റെ ടയർ താഴോട്ട് വരുന്നില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം മേലിട്ട് കയറ്റി വിമാനം.
അപ്പോൾ അത് ക്യുക്കായിട്ടുള്ള റിഫ്ലെക്സീവ് തോട്ട്സ്, റിഫ്ലക്റ്റീവ് തിങ്കിങ് നടത്താനുള്ള കഴിവ്. ദാറ്റ്സ് ഓൾസോ കോൾഡ് ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം. പിന്നെ ഒറിജിനാലിറ്റി, മൗലികത. നിങ്ങൾക്ക് ഒരേ കാര്യത്തെക്കുറിച്ച് പലതവണ എഴുതാം, പക്ഷേ ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളത് വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ശൈലി അതിൽ ഉപയോഗിക്കണം. നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് എഴുതിക്കോളൂ, പക്ഷേ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ പല 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 പ്രാവശ്യം പല കവിതകൾ എഴുതുമ്പോൾ എല്ലാ കവിതയിലും ഒരേ പ്രമേയമായാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് ശരിയാവില്ല. അതിന് നമ്മൾ പിന്നെ മൗലികത്വം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. മൗലികത എന്ന് പറഞ്ഞാൽ അതിന് സവിശേഷമായൊരു അസ്തിത്വം ഉണ്ടായിരിക്കണം, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സവിശേഷ അസ്തിത്വം. അത് മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് ഒറിജിനൽ എന്ന് പറയുന്നത്. പിന്നെയും ഉണ്ട് ഇലാബറേഷൻ, വ്യാപനം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആശയ തന്തു കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കഥാ തന്തു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിപുലനം ചെയ്തെടുക്കാൻ, ദറ്റ് ഈസ് കോൾഡ് ഇലാബറേഷൻ. വിപുലനം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം. നമ്മളോട് പറയാറില്ലേ, പണ്ടൊക്കെ സ്കൂളിൽ തന്നെ പറയാറുണ്ട്, ആശയ വിപുലനം നടത്തുക, അല്ലെങ്കിൽ ആശയം മൂന്നിലൊന്നായി സംഗ്രഹിക്കുക. അപ്പൊ സംഗ്രഹിക്കുന്നത് വേറെ, അത് വിട്. ഇത് വിപുലനം നടത്താനുള്ള കഴിവ്, പല ആംഗിളിൽ കൂടി, ഡൈവർജൻ്റായ പെർസെപ്ഷനിൽ കൂടിയിട്ട് ഒരു കാര്യത്തെ വിപുലനം ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. ഇതൊക്കെയാണ് ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ലക്ഷണങ്ങളായി പറയുന്നത്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇത്രയും ഇവരിവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് ഇലാബറേഷൻ എന്ന് വെച്ചാൽ വിപുലനം. പിന്നെ തഴക്കം. തഴക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ തകഴി അല്ലെങ്കിൽ എംടി തഴക്കം തന്നെ എഴുത്തുകാരനാണ്. എന്നാൽ പുതിയ പുതിയ കുറേ ആൾക്കാർ, ഇപ്പോൾ ഇറങ്ങിയ ആൾക്കാരുണ്ട്, അവരെ നമുക്ക് തഴക്കം ചെന്നവർ എന്ന് പറഞ്ഞത് പറയാൻ പറ്റില്ല. വയലാർ തഴക്കം ചെന്ന ഒരു പാട്ടുകാരനായിരുന്നു, ഗാനരചയിതാവായിരുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ പുതിയ ആൾക്കാരെ നമുക്ക് അവർ തഴക്കം പിന്നെ തെളിയിക്കപ്പെടുന്നവരെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ കമ്പോണൻസ്, ഘടകങ്ങൾ? ഫ്ലുവൻസി വാചാലത, ഫ്ലെക്സിബിലിറ്റി വഴക്കം, ഒറിജിനാലിറ്റി മൗലികത, ഇലാബറേഷൻ വിപുലനം, തഴക്കം, ഇത്രയൊക്കെയാണ്. പിന്നെ ഇൻ്റലിജൻസിൽ കൺവർജൻറ്റ് തിങ്കിങ്ങിനെ കുറിച്ച് ഗിൽഫോർഡ് പറയുന്നുണ്ട്, ഡൈവർജൻറ്റ് തിങ്കിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. കൺവർജൻറ്റ് തിങ്കിങ് എന്ന് വെച്ചാൽ സംവ്രജന ചിന്ത, ഡൈവർജൻറ്റ് തിങ്കിങ് എന്ന് വെച്ചാൽ വിപുലന ചിന്ത. ഓക്കെ.